ഷിരൂരിൽ അർജുനായുള്ള തെരച്ചിൽ തുടരുമെന്ന് കാർവാർ എംഎൽഎ സതീഷ് കൃഷ്ണ സ്റ്റേൽ പറഞ്ഞു. എന്നാൽ പ്രതികൂല കാലാവസ്ഥ തെരച്ചിലിന് വലിയ വെല്ലുവിളിയായി ഉയർത്തുന്നത്. അടിയൊഴുക്ക് തുടരുന്ന സാഹചര്യത്തിൽ പുഴയിലെ തെരച്ചിൽ താൽക്കാലികമായി നിർത്തും. കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ച ശേഷം തെരച്ചിൽ തുടരാനാണ് തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു. തെരച്ചിൽ നിർത്തരുതെന്നും കർണാടക സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെട്ടിട്ടില്ലെന്നും എം വിജിൻ എംഎൽഎയും ആവശ്യപ്പെട്ടു. തെരച്ചിലുമായി ബന്ധപ്പെട്ട നാടകീയ നീക്കങ്ങൾ ഇന്ന് വൈകുന്നേരം നടന്നിരുന്നു. വിശദമായ വിവരങ്ങൾ എന്തായാലും നോക്കാം. എം സന്തോഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള തീരുമാനം ഇന്ന് 3 മണിയോടെയാണ് ഈ കർണാടക സർക്കാർ അത്തരത്തിലുള്ള ഒരു തീരുമാനം എത്തിയത്. പിന്നീട് മാധ്യമങ്ങളോട് ഇക്കാര്യം കാർവാർ എംഎൽഎ സതീഷ് സെയിലും അതോടൊപ്പം തന്നെ ഉത്തര കന്നഡ കലക്ടറും ചേർന്ന് ഒരുമിച്ചുകൊണ്ട് മാധ്യമങ്ങളെ കാണുകയും ആ തീരുമാനം അറിയിക്കുകയും ചെയ്യുകയായിരുന്നു. അതായത് നിലവിലെ എല്ലാ തരത്തിലുള്ള സാധ്യതകളും പരിശോധിച്ച് നോക്കി. എന്നാൽ വലിയ പുരോഗതി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ശക്തമായിട്ടുള്ള അടിയൊഴുക്കും കാലാവസ്ഥയും കലങ്ങിയ വെള്ളവും വലിയ ഒരു പ്രതിസന്ധിയായി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദൗത്യം ഇതേ രീതിയിൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ പ്രയാസമുണ്ടെന്നാണ് അവർ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതിനു പകരം ഇപ്പോൾ ഈ ദൗത്യം താൽക്കാലികമായി നിർത്തിവെക്കുകയാണ്. പിന്നീട് ഈ കാലാവസ്ഥ മാറുമ്പോൾ ദൗത്യം വീണ്ടും പുനരാരംഭിക്കാം. അതിനിടയിൽ ചില സംവിധാനങ്ങൾ ഈ നദിയിൽ ഉയർന്നു നിന്ന് മണ്ണ് മാന്താൻ കഴിയുന്ന തരത്തിലുള്ള ഫ്ലോട്ടിംഗ് എക്സ്കവേറ്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിക്കാൻ ശ്രമിക്കും. അതെത്തുന്ന മുറയ്ക്ക് ഈ തിരച്ചിൽ പുനരാരംഭിക്കും എന്നാണ് ഈ എംഎൽഎയും കാർവാർ എംഎൽഎയും കലക്ടറും ചേർന്ന് മാധ്യമങ്ങളെ അറിയിച്ചത്. ആദ്യം പറഞ്ഞത് ഇത് തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്നാണ് ഇത് ഈ ഒരു ഫ്ലോട്ടിംഗ് എക്സ്കവേറ്റർ വരേണ്ടത് എന്നാണ്. പിന്നീട് അത് വൈകുന്നേരം ചേർന്ന ഈ ഒരു യോഗത്തിൽ വെച്ച് ഉന്നതതല യോഗത്തിൽ വെച്ച് അത് തൃശ്ശൂരിൽ നിന്നാണ് എത്തേണ്ടത് എന്നുള്ള കാര്യമാണ് പിന്നീട് സ്ഥിരീകരിച്ചത്. അത് ഈ സ്ഥലങ്ങൾ തമ്മിലുള്ള ആശയക്കുഴപ്പം ഉണ്ടായതാണ് എന്നുള്ളതാണ് എംഎൽഎ ചൂണ്ടിക്കാട്ടിയത്. ഏതായാലും ഈ ഒരു തിരച്ചിൽ താൽക്കാലികമായി ഇന്ന് അവസാനിപ്പിച്ചത് മാൽപ്പെ ഈശ്വർ മാൽപ്പെ ഈ ഒരു ദൗത്യത്തിൽ നിന്നും പിന്മാറി. കാരണം ഈ 4 സ്പോട്ടുകളിലും മുങ്ങി പരിശോധന നടത്തി. ഈ കലക്ക് വെള്ളം കാരണം സീറോ വിസിബിലിറ്റി ആയതുകൊണ്ട് തന്നെ ഒന്നും കാണാൻ കഴിയാതെയും അതോടൊപ്പം തന്നെ സ്പർശിച്ചും ഒന്നും ലഭിക്കാത്തതുകൊണ്ടും വെറും കല്ലും മണ്ണും മരങ്ങളും മാത്രമാണ് ഇവിടെ ഉള്ളത് എന്ന് മനസ്സിലാക്കി തിരിച്ചു വന്നു. ഈ ദൗത്യത്തിൽ നിന്ന് ഈ ദൗത്യം അവസാനിപ്പിച്ചു. അതോടുകൂടി ഷിരൂരിലെ അർജുൻ രക്ഷാദൗത്യം താൽക്കാലികമായി അവസാനിപ്പിക്കുന്നതായാണ് ഈ എംഎൽഎയും അതോടൊപ്പം തന്നെ കലക്ടറും ചേർന്ന് മാധ്യമങ്ങളെ അറിയിച്ചത്. എന്നാൽ അതിശക്തമായിട്ടുള്ള എതിർപ്പാണ് ഈ കാര്യം ഇതുമായി ബന്ധപ്പെട്ട് കേരളം ഉയർത്തിയത്. കേരളത്തിൻ്റെ ഭാഗത്തു നിന്നും ഇവിടെ ക്യാമ്പ് ചെയ്തിട്ടുള്ള എംഎൽഎമാരായ എം വിജിനും അതോടൊപ്പം തന്നെ എം രാജഗോപാലും ഉൾപ്പെടെയുള്ളവർ ശക്തമായിട്ടുള്ള എതിർപ്പ് അറിയിച്ചു. തിരച്ചിൽ ഒരു തരത്തിലും നിർത്തിവെക്കാൻ പാടില്ല. നിലവിലുള്ള എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് തിരച്ചിൽ തുടരണം എന്നുള്ള ആവശ്യമാണ് എംഎൽഎമാർ അറിയിച്ചത്. മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ടു. ഉടൻ തന്നെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്ക് കത്തെഴുതുകയും ഈ തിരച്ചിൽ അവസാനിപ്പിക്കരുത്, തിരച്ചിൽ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തുടരണം എന്നുള്ള ആവശ്യം അറിയിക്കുകയും ചെയ്യുകയായിരുന്നു. പിന്നീട് വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് ഇവിടെ IBയിൽ വെച്ച് ഈ ഉന്നത തല യോഗം ചേർന്നത്. അതിൽ കർണാടക ഫിഷറീസ് മന്ത്രി പങ്കെടുത്തു. അതോടൊപ്പം തന്നെ കലക്ടറും കാർവാർ എംഎൽഎയും പങ്കെടുത്തു. കേരളത്തിൽ നിന്നുള്ള എംഎൽഎമാരും ഈ യോഗത്തിൽ പങ്കെടുത്തു. ഈ യോഗത്തിൽ വെച്ചും കേരളത്തിൻ്റെ ശക്തമായ നിലപാട് തന്നെ അറിയിച്ചു. ഫലപ്രാപ്തി ഉണ്ടാകുന്നതുവരെ തിരച്ചിൽ നിർത്താൻ പാടില്ല, തിരച്ചിൽ തുടരണം എന്നുള്ള ആവശ്യം തന്നെയാണ് കർണാടക ഫിഷറീസ് മന്ത്രിക്ക് മുൻപാകെ അവതരിപ്പിച്ചത്. ആ യോഗത്തിൽ വെച്ചാണ് ഈ ഫ്ലോട്ടിംഗ് എക്സ്കവേറ്റർ വരേണ്ടത് ട്രിച്ചിയിൽ നിന്നല്ല തൃശ്ശൂരിൽ നിന്നാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുന്നത്. ഉടൻ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന എംഎൽഎമാർ മന്ത്രിതലത്തിൽ ബന്ധപ്പെടുകയും തൃശ്ശൂർ ജില്ലാ കലക്ടറുമായി ബന്ധപ്പെടുകയും തൃശ്ശൂരിൽ നിന്നും അതിവിടേക്ക് എത്തിക്കാനുള്ള ആവശ്യമായിട്ടുള്ള അടിയന്തര ഇടപെടൽ നടത്തുകയും ചെയ്തു. 24 മണിക്കൂറിനകം ആവശ്യമെങ്കിൽ കർണാടക മറ്റ് കാര്യങ്ങളെല്ലാം നീക്കിയാൽ ഇവിടെ എത്തിക്കാം എന്നുള്ള ഉറപ്പാണ് എംഎൽഎമാർ നൽകിയത്. ആ സമയത്താണ് കർണാടകയിൽ നിന്നുള്ള പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടിയത് ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ ഇത് എത്തിക്കുന്നതിന് മുൻപായി ആദ്യം ടെക്നീഷ്യന്മാരെ എത്തിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന നടത്തണം. അതിൻ്റെ ഫീസിബിലിറ്റി പരിശോധിക്കണം. ഈ നദിയിൽ ഇത് ഉപയോഗപ്രദമാകുമോ എന്നുള്ള കാര്യം പരിശോധിക്കണം. അതിനുശേഷം മാത്രം ഈ പറയുന്ന സംവിധാനം ഇവിടേക്ക് റോഡ് മാർഗം എത്തിച്ചാൽ മതിയെന്നാണ് പറഞ്ഞത്. ഏതായാലും അതാണ് വലിയ ഒരു ആശങ്കയ്ക്കും ആശയക്കുഴപ്പത്തിനും ഇപ്പോൾ ഇടയാക്കിയിട്ടുള്ളത്. ഈ എംഎൽഎമാർ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത് നേരത്തെ ഇവിടെ എത്തിക്കാം എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനങ്ങൾ, അതായത്
ടഗ് ബോട്ട്, ഡ്രഡ്ജിംഗ് ഉപകരണങ്ങൾ, ഫ്ലോട്ടിംഗ് പാൻറ്റൂൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇതുവരെയും ഇവിടെ എത്തിയിട്ടില്ല. അത് തീരുമാനങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുമ്പോൾ, നിർത്തിവെക്കും എന്നുള്ള തീരുമാനമുണ്ടാകുമ്പോൾ അത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നു. പിന്നീട് ഈ ദൗത്യം മുന്നോട്ട് പോകില്ലേ എന്നുള്ള ആശങ്കയ്ക്കിടയാകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ 24 മണിക്കൂറിനകം ആവശ്യമെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് ഇത് എത്തിക്കാമെന്ന് പറഞ്ഞിട്ടും പിന്നീടും സാങ്കേതികമായിട്ടുള്ള വിദഗ്ധരാദ്യം എത്തണം എന്നതിലുള്ള അഭിപ്രായത്തിലേക്ക് വരുമ്പോൾ ആശങ്ക നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് MLA മാർ ചൂണ്ടിക്കാട്ടിയത്. ശക്തമായി കേരളം ഈ ആവശ്യം ഉന്നയിച്ചെങ്കിലും ആ ഒരു നിലപാട്, അതായത് ഈ വെള്ളത്തിലിറങ്ങിയുള്ള ദൗത്യം താൽക്കാലികമായി നിർത്തിവെക്കുകയാണ്, അതിലിനി മാറ്റം വരുത്താൻ കഴിയില്ല എന്ന തീരുമാനം തന്നെയാണ് കർണാടക അറിയിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ കരയിലുള്ള മറ്റ് പ്രവർത്തനങ്ങൾ തുടരും. ഈ നദിയിൽ ഉള്ള മറ്റ് നിരീക്ഷണങ്ങൾ തുടരും. പക്ഷേ വെള്ളത്തിൽ മുങ്ങിയുള്ളതോ ലോറിയിലേക്ക് അടുത്തെത്താൻ ശ്രമിക്കുന്നതോ ആയ തരത്തിലുള്ള എല്ലാ ദൗത്യവും താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, അതിൽ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നു. എപ്പോൾ ഇത് പുനരാരംഭിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. കാലാവസ്ഥ മാറിയാൽ, ഗംഗാവാലി പുഴയിലെ വെള്ളം തെളിഞ്ഞൊഴുകിയാൽ മാത്രം ഇത് പുനരാരംഭിക്കും എന്ന് പറയുന്നതിലാണ് ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നത്. അതെപ്പോഴാണ് എന്നുള്ളത് കർണാടക മന്ത്രിയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഈ കാലാവസ്ഥ മാറുന്നത് ദൈവം വിചാരിക്കേണ്ടതാണ് എന്നുള്ള മറുപടിയാണ് അദ്ദേഹം നൽകിയത്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഭാഗത്തു നിന്ന് കേരളത്തിന് ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല അർജുൻ്റെ കുടുംബത്തിന് വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അർജുൻ്റെ കുടുംബം ആവശ്യപ്പെട്ടത് ഈ തിരച്ചിൽ നിർത്താൻ പാടില്ല, അത് തുടരണം എന്നുള്ളത് തന്നെയാണ്. എങ്ങനെയാണ് അർജുനില്ലാതെ ഇവിടുന്ന് മടങ്ങുക എന്നുള്ളതാണ് അർജുൻ്റെ ദിവസങ്ങളായി ഇവിടെ തുടരുന്ന അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ ചോദിക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ് അർജുൻ്റെ കുടുംബം നിലപാട് ആവർത്തിച്ചിട്ടുള്ളത്. അതായത് ദൗത്യം നിർത്തിവെക്കാതെ തുടരണം എന്നുള്ള ആവശ്യം തന്നെയാണ് മുന്നോട്ട് വെച്ചത്. ഈ അർജുൻ്റെ കുടുംബത്തോടൊപ്പമാണ് സംസ്ഥാന സർക്കാർ 100% നിലയുറപ്പിക്കുന്നത് എന്നുള്ളതാണ് കേരളത്തിൽ നിന്നുള്ള പ്രതിനിധി സംഘം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ തിരച്ചിൽ തുടരണം, നിർത്തിവെക്കാതെ താൽക്കാലികമായി പോലും നിർത്തിവെക്കരുത് എന്നുള്ള ആവശ്യം, ആ സമ്മർദ്ദം കേരളം ഇപ്പോഴും തുടരുകയാണ്. അതേസമയം തന്നെ തിരച്ചിൽ ഇനി നിർത്തിവെക്കാതെ നിർവാഹമില്ല, താൽക്കാലികമായെങ്കിലും ഈ നദിയിൽ ഉള്ള തിരച്ചിൽ നിർത്തിവെക്കണം. അതുകൊണ്ട് നാളെ മുതൽ ആ ഒരു തിരച്ചിൽ, നദിയിലുള്ള ദൗത്യം ഉണ്ടാകില്ല എന്നുള്ളതാണ് യോഗത്തിൽ വെച്ച് കർണാടക നിലപാട് അറിയിക്കുകയും ചെയ്തത്. ഏതായാലും ഇക്കാര്യത്തിൽ കേരളം അതിൻ്റെ സമ്മർദ്ദം തുടരും എന്നുള്ള സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അത്തരത്തിലുള്ള ഇടപെടലുകൾ തന്നെയാണ് നടക്കുന്നത്. എം സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. ശിരൂരിലെ രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട